ഇതാണ് അമ്മേൻ്റെ വീട്, വയനാട്. കാണുന്നുണ്ടോ? അതാണ് പിലോപ്പി. ഗ്രാമ്പു. എന്ത് കറി വെക്കുന്നേ? തേങ്ങ അരച്ച മീൻ കറിയാ? എന്ത് മീനാ? ചൂള. ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണുള്ളത്. കാണുന്ന അവിടെ ഒരു വീടുണ്ട്, അവിടെയാണ് അമ്മേൻ്റെ വീട്, വയനാട്ടിലാണേ. അപ്പോൾ അത് ഇതാ വീടിൻ്റെ മുമ്പിലുള്ള ഒരു കാഴ്ചയാണ്. ഫുള്ള് വാഴത്തോട്ടം. ആ വാഴത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭയങ്കര തണുപ്പാട്ടോ അവിടെ. പിന്നെ വയനാട്ടിൽ പൊതുവേ ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. നല്ല രസമാട്ടോ, ഒരു പ്രത്യേക ഒരു വൈബാണ്. പിന്നെ ഇത് ഞങ്ങളൊരു കുളമാണ്. കുളം എന്ന് വെച്ചാൽ മീനിനെ പോറ്റുന്നത്. ഇതിൽ നല്ല വാള അങ്ങനത്തെ കുറച്ച് മീനുകളുണ്ട്. പിന്നെ പിടിക്കാൻ കയ്യായിട്ട് ഒന്നും പുറത്തൊന്നുമില്ല. അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. ഇല്ലല്ല, ഫുഡ് ഇട്ട് കൊടുത്താൽ ലൈറ്റുകൾ മേലോട്ട് വരും, അല്ലാണ്ട് വരില്ല. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കുറച്ച് കാണാനുണ്ട്. ഇപ്പോൾ രാവിലെ അതിനെ കൊണ്ടായിരിക്കും. ഇതല്ലാണ്ട് ഈ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു കുളമുണ്ട്. ഒക്കെ മീൻ്റെ തന്നെയാണ്. ഈ വാള, പിന്നെ എന്തൊക്കെയാ, ഷാർക്ക്, അങ്ങനത്തെ എന്തൊക്കെയോ മീനുകളുണ്ട്. കാണിച്ചു തരാം. നമ്മൾ ഇതാ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇതിൽ മീനുണ്ട് കേട്ടോ. ഇത് ഫുള്ള് കാട് കൂടിയിട്ട് ഇപ്പം അങ്ങോട്ട് ആരും വരല്ല. പക്ഷെ ഇതിൽ നല്ല മീനൊക്കെ ഉണ്ട്. നല്ല കുറച്ച് വലിയ ആഴമൊന്നുമില്ല. നമുക്ക് എന്തായാലും വൈകുന്നേരം പറ്റുകയാണെങ്കിൽ പിടിക്കാം. ഇന്ന് ഫുള്ള് ഇവിടെ തന്നെയാണ്. ഇന്ന് ഫുള്ളല്ല, ഒരാഴ്ച ഇനി ഇവിടെ തന്നെയാണ്. ഇവിടെ വന്ന ഒരു പ്രത്യേക വൈബാണ്. പിന്നെ ഞങ്ങൾക്ക് അറിയാലോ, അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ. പിന്നെ ഇവിടെ ഇന്ന് കാപ്പി പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് സഹായിക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതല, വിചാരിക്കും പോലെയല്ല. ഇതാണ് അമ്മേൻ്റെ വീട്, വയനാട്. കാണുന്നതാണ് ഗ്രാമ്പു, ചെമ്പരത്തി, കുറച്ച് ചെടികളുണ്ട് കേട്ടോ ഇവിടെ. വെറൈറ്റി റോസ് കളറുണ്ട്, റോസ് വൈറ്റ്, ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഇതൊരു കുളം. ഇതിലൊരു മീനുണ്ട്, പിലോപ്പി. കാണുന്നുണ്ടോ? അതാണ് പിലോപ്പി. പിന്നെ ഇതാണ് വീട്ടിലുള്ള കാഴ്ചകൾ. ഗ്രാമ്പു, ജാതിക്ക, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. മഴക്കാറാ. ഇതാണ് അമ്മമ്മ തിരുമ്പിയാറിയിട്ടാണ്. ഇത് പാഷൻ ഫ്രൂട്ട്, നമ്മൾ ഇതിനു മുമ്പ് ഷോർട്ട്സ് ഇട്ടിനു. ഇത് കാപ്പി. എന്താ അമ്മമ്മേ ആ മുണ്ടൊക്കെ മാറ്റി എന്തെന്നാ ഞങ്ങൾ ഇപ്പോൾ കാപ്പി പറിച്ചാലെങ്കിൽ എത്ര റുപ്യ വരും? കാപ്പി അമ്മമ്മേ കാപ്പി എങ്ങനെയാ, പൈസ എങ്ങനെയാ? ഒരു കിൻഡലാ? കിലോന് 5 റുപ്യോ? ഗൈസ്, കാപ്പി ഇപ്പം എന്നോട് പറഞ്ഞ് ഈ കാപ്പി പറിച്ചാൽ, അതായത് കിലോന് 5 രൂപ വെച്ചിട്ട് ഒരു കിൻഡലിന് 500 രൂപ തരും. പക്ഷേ എന്നെ കൊണ്ടാവില്ല, കാര്യം പറയാലോ. കാപ്പി നോക്കട്ടെ, ആവും പോലെ പറിക്കും. കുറച്ചുണ്ട്.
നോക്കട്ടെ, കാപ്പി പറിച്ചിട്ട് ബാക്കി വൈകുന്നേരം കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കാപ്പിത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മ എന്നോട് പറഞ്ഞ് തേങ്ങ പൊളിച്ചു തരാൻ. അപ്പോൾ എൻ്റെ കസിനുണ്ട്, നന്ദു വാ തേങ്ങ പൊളിക്കാം. അവൾ നടന്ന് വരുന്നുണ്ട് ഗൈസ്. തേങ്ങ പൊളിക്കാൻ പറഞ്ഞു കേട്ടോ. വയനാട്ടിൽ വന്ന് തേങ്ങ പൊളിച്ചില്ല എന്ന് വേണ്ട. അപ്പോൾ നമ്മൾ ഗൈസ് തേങ്ങ പൊളിക്കുകയാണ്. ഇവിടെ തേങ്ങയൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുക, അതുകൊണ്ട് പേടിക്കണ്ട. ഇതാവൂലോ, പാര പൊട്ടിപ്പോയല്ലോ. ആകുന്ന പണിക്ക് പോയാ പോരെന്നാ. ഒരു തേങ്ങ ടാകിയ ഇവിടെ തേങ്ങ ഉണ്ടോ? ഇതാ അവസ്ഥ. ഇവിടെ തേങ്ങേൻ്റെ അവസ്ഥ ഉണ്ടല്ലേ. അയ്യോ ഇതെന്താടാ, ഇതെന്താ തേങ്ങ? പാവങ്ങൾക്ക് കൊടുക്കാതെ പഴമിക്കാൻ നടക്കുന്നത്. ഓരോ പണ്ടാരം പൊളിക്കാൻ പറയുന്നു. അങ്ങനെ ഫൈനലി തേങ്ങ പൊളിച്ചു ഗൈസ്. തേങ്ങ കൊണ്ട് കൊടുക്ക്. ഈ തേങ്ങ പൊളിക്കാന്ന് വെച്ചാലേ നമ്മുടെ നാട്ടിൽ പൊളിക്കും പോലെ അല്ല, ഇവിടുത്തെ ഒരു ലക്ഷണം കെട്ട തേങ്ങ. അങ്ങനെ തേങ്ങ പൊളി കഴിഞ്ഞ് ഇനി എന്താ പരിപാടി എന്നറിയില്ല, നോക്കാം. അങ്ങനെ തേങ്ങ പൊളിച്ച് വന്ന് അമ്മമ്മേ എന്താ പറയാനുള്ളത് തേങ്ങ പൊളിച്ചതിനെ കൊണ്ട്? തേങ്ങ കൊണ്ട് ചരക്കുക. എന്നിട്ട് കറി വെക്കാൻ. എന്ത് കറി വെക്കുന്നേ? മീൻകറി. തേങ്ങ അരച്ച മീൻ കറിയാ? എന്ത് മീനാ? ചൂള. ഓക്കെ. ഇതാണ് നേരത്തെ അമ്മമ്മ പറഞ്ഞ തേങ്ങ അരച്ച ചാളക്കറി. എന്താ പരിപ്പ് കറി, പപ്പടം, ചാള പൊരിച്ചത്. ചാളയില്ലേ, ചൂള അല്ലേ? അപ്പം അമ്മമ്മേ ഞാൻ ചോറുന്നല്ലേ, എന്താണ് പറയാനുള്ളത്? എൻ്റെ എടുക്കല്ലേ. അങ്ങനെ ഇപ്പോൾ 5:30 സമയം. ഞാൻ എന്താ വീടിൻ്റെ ബാക്കോട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് പറിച്ച കാപ്പി അതാണിത്. ഇതൊക്കെ ഇന്ന് പറിച്ച കാപ്പിയാണ്. അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ ഇത് കുറേ 1 മാസത്തോളം ഉണ്ടാവും കാപ്പി പറി. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. ഇങ്ങനെ കഴിഞ്ഞു പോയി. ഞാൻ വലിയ പണിയൊന്നും എടുത്തില്ല, വേറെ കാര്യം. അപ്പോൾ ഓക്കെ എന്നാൽ.